കേരളം UDFിനെന്ന ആദ്യ സർവേ ഫലം. ടൈംസ് നൗ JVCയുടെ പ്രവചനം വന്നു കഴിഞ്ഞു. ബംഗാൾ BJP പിടിക്കുമെന്ന പോൾ ഡയറി. കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനവിധി അറിയാൻ 4 നാൾ മാത്രം ശേഷിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളം UDFിനാണെന്നാണ് പുറത്തുവന്ന ആദ്യ സർവേ ഫലം. ടൈംസ് നൗ JVCയുടെ പ്രവചനത്തിലാണ് UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് സൂചിപ്പിക്കുന്നത്. UDF അധികാരത്തിൽ വരുമെന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെയും സർവേ പറയുന്നു. കേരളം UDFിനെന്ന ടൈംസ് നൗ JVC, UDF ജയിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം, അങ്ങനെ UDFിന് പ്രതീക്ഷ നൽകുന്ന കണക്കുകൾ. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന പീപ്പിൾസ് പൾസ് വ്യക്തമാക്കുന്നു. UDF വരുമെന്ന CNN വോട്ട് വൈബും PMarkഉം പുറത്തുവിട്ടു. UDFിന് 5% മുൻതൂക്കമുണ്ടെന്നും സർവേ ഫലങ്ങൾ. BJPക്ക് 4 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുകയാണ് PMark. ബംഗാൾ BJP പിടിക്കുമെന്നാണ് പോൾ ഡയറിയുടെ സർവേ ഫലം. LDF 52 മുതൽ 61 സീറ്റുകൾ, UDF 72 മുതൽ 84 സീറ്റുകൾ, NDA 3 മുതൽ 4 സീറ്റുകൾ നേടുമെന്നും ടൈംസ് നൗ JVC പുറത്തുവിട്ട സർവേ ഫലങ്ങൾ പറയുന്നു. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലങ്ങളിൽ LDF 49 മുതൽ 62 സീറ്റുകൾ വരെ, അതായത് 39%, UDF 72 മുതൽ 80 സീറ്റുകൾ 44%, NDA 3 സീറ്റുകൾ 14% നേടുമെന്നും പറയുന്നു. എന്നാൽ LDF 60 മുതൽ 65 സീറ്റുകൾ, UDF 70 മുതൽ 75 സീറ്റുകൾ, NDA 3 മുതൽ 5 സീറ്റുകൾ നേടുമെന്നാണ് മാട്രിക്സ് പറയുന്നത്. LDF 58 മുതൽ 68 സീറ്റുകൾ, UDF 70 മുതൽ 80 സീറ്റുകൾ, NDA 0 മുതൽ 4 സീറ്റുകൾ നേടുമെന്നാണ് വോട്ട് വൈബിന്റെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്. നേരിയ ഭൂരിപക്ഷമായാലും കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പെന്നാണ് LDF വ്യക്തമാക്കുന്നത്. മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ഭരണമാറ്റം ഉറപ്പെന്നും 85-ന് മുകളിൽ സീറ്റ് നേടുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. തരംഗം ഉണ്ടായെങ്കിൽ 90 കടക്കുമെന്നും UDF നേതാക്കൾ പറയുന്നു. 1 സീറ്റിലധികം നേടുമെന്ന പ്രതീക്ഷയിലാണ് BJP. 5-ലധികം ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോൾ സർവേകൾ നാളെയും മറ്റന്നാളുമായി പ്രസിദ്ധീകരിക്കാനാണ് ചില പ്രധാന ഏജൻസികളുടെ തീരുമാനം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 15-നാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലും പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-ന് ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. തമിഴ്നാട്ടിൽ 23-ന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നു. പശ്ചിമ ബംഗാളിൽ 23-നായിരുന്നു ആദ്യഘട്ടം. പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെയാണ് എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിച്ചത്. കന്നി വോട്ടർമാരും യുവാക്കളും UDFിനൊപ്പം, മുതിർന്ന പൗരന്മാർ LDFിനൊപ്പം എന്ന ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി UDF അധികാരത്തിലെത്തുമെന്ന ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. പ്രമുഖ സർവേ ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് UDF വ്യക്തമായ ആധിപത്യം നേടുമെന്നാണ് സൂചന. യുവ വോട്ടർമാർക്കിടയിൽ UDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് പ്രായപരിധി തിരിച്ചുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത്. കന്നി വോട്ടർമാരിൽ 51% വോട്ടാണ് UDFിന് നേടാനാവുക. മുൻ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% വർധനമാണിത്. LDFിന് കന്നി വോട്ടർമാരിൽ 13% വോട്ടിന്റെ കുറവാണ് ഉണ്ടാവുകയെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. UDFിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് 20-നും 29-നും ഇടയിൽ പ്രായമുള്ള വോട്ടർമാരിൽ നിന്നാകുമെന്നും പ്രവചനം വിശദമാക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിൽ മാത്രമാണ് LDFിന് UDFിനേക്കാൾ നേരിയ മുന്നേറ്റം. യുവ വോട്ടർമാരുടെ വലിയ തോതിലുള്ള പിന്തുണയാണ് UDFിനെ ഭരണത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും യുവാക്കൾക്കിടയിലെ സ്വാധീനക്കുറവും LDFിന് വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാക്കിയതായി സർവേ വ്യക്തമാക്കുന്നു. ബംഗാളിൽ ദീദി അട്ടിമറിക്കുമോ BJP? എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ബംഗാളിൽ താമരക്കാലം, ഭരണം BJP പിടിക്കുമെന്നാണ് പ്രവചനം. ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് BJP നയിക്കുന്ന NDA അധികാരം പിടിച്ചെടുക്കുമെന്ന വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഏറെ രാഷ്ട്രീയ കോളിളങ്ങൾക്കും കോടതി നടപടികൾക്കും വേദിയായ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തുടർച്ചയായ ഭരണം അവസാനിപ്പിച്ച് NDA സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സൂചനകൾ. മാധ്യമ ചർച്ചകളിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ശ്രദ്ധ നേടിയ സംസ്ഥാനത്ത് പ്രമുഖ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ ഭരണമാറ്റം തന്നെയാണ് പ്രവചിക്കുന്നത്. അധികാരം UDFിനെന്ന എക്സിറ്റ് പോളുകൾ. LDFിന് 65-ൽ താഴെ, NDA അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചനം. UDFിന് വൻ വിജയമെന്ന മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ. LDFിന് കനത്ത വീഴ്ചയെന്ന്. UDF അധികാരത്തിൽ വരുമെന്ന ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും 90 സീറ്റ് വരെ നേടുമെന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. എക്സിറ്റ് പോളിൽ കേരളം വലത്തോട്ട് തന്നെ. കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചർച്ചയാവുകയാണ്. കേരളത്തിൽ UDF ഭരണത്തിലേറുമെന്ന വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നു. ഒന്നിലേറെ എക്സിറ്റ് ഫലങ്ങളിൽ UDFിന് അനുകൂല പ്രവചനങ്ങളാണുള്ളത്. BJP ഒന്നിലേറെ സീറ്റുകൾ നേടുമെന്നും ഫലം പ്രവചിക്കുന്നു.
BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത്. മാട്രിക്സ് സർവേയിൽ NDA 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. പീപ്പിൾസ് പൾസിൽ 0 മുതൽ 3 വരെ സീറ്റുകൾ, വോട്ട് വൈബിൽ 0 മുതൽ 4 വരെ, ആക്സിസ് മൈ ഇന്ത്യ 0 മുതൽ 3 വരെ സീറ്റുകൾ, JVC എക്സിറ്റ് പോൾ സർവേയിൽ 3 മുതൽ 7 വരെ സീറ്റുകൾ എന്നിങ്ങനെയും നേടുമെന്ന് പ്രവചിക്കുകയാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കാരണമായത്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ട മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായിരുന്നു. കൊല്ലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോരാട്ട വീര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ആവർത്തിച്ചേക്കുമെന്ന് മനോരമ ന്യൂസ് സീ വോട്ടർ മെഗാ എക്സിറ്റ് പോൾ. ആകെയുള്ള 11 സീറ്റിൽ 5 മുതൽ 7 വരെ നേടി UDF എത്തുമെന്നാണ് സൂചന. കൊട്ടാരക്കരയിൽ LDFിനാണ് മുൻതൂക്കമെങ്കിലും ശക്തമായ മത്സരമാണ് നടന്നത്. പത്തനംതിട്ടയിൽ കനത്ത പോരാണെന്ന മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിലെ ഫലം പത്തനംതിട്ട മാത്രമല്ല കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ആലപ്പുഴയിൽ UDFിനാണ് മുന്നേറ്റമെന്ന് മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ. ജില്ലയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ UDF നേടിയേക്കാം. കോട്ടയം വീണ്ടും UDF കോട്ടയാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മനോരമ ന്യൂസ് സീ വോട്ടർ എക്സിറ്റ് പോൾ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF കാര്യമായ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 8 സർവേ ഫലങ്ങളിൽ ഒന്നുപോലും ഇടതുമുന്നണിക്ക് തുടർ ഭരണം പ്രവചിക്കുന്നില്ല. BJPയുടെ NDA ഇത്തവണ സംപൂജ്യരാവില്ലെന്നും പ്രവചനം. ഏറ്റവും കുറഞ്ഞത് 70 സീറ്റും പരമാവധി 90 സീറ്റുമാണ് വിവിധ സർവേകളിലായി UDFിന് പറയുന്നത്. LDFിന് 49 മുതൽ 69 വരെ സീറ്റുകൾ കിട്ടിയേക്കും. പശ്ചിമ ബംഗാളിൽ ആദ്യമായി BJP അധികാരത്തിൽ വരുമെന്നും പ്രവചനം. 142 മുതൽ 208 വരെ ലഭിച്ചേക്കാം. 4 സർവേകളിലാണിത്. മറ്റ് 2 സർവേകൾ മമതയുടെ തൃണമൂൽ തുടരുമെന്ന് പറയുന്നു. 177 മുതൽ 205 വരെ കിട്ടിയേക്കാം. കോൺഗ്രസിനും CPMനും നിരാശയാണ്. 1 മുതൽ 3 വരെ സീറ്റുകൾ നേടി പ്രകടനം മെച്ചപ്പെടുത്തിയേക്കും. 294 അംഗ നിയമസഭയിൽ 215 ജയിച്ചാണ് 2021 തൃണമൂൽ അധികാരം നിലനിർത്തിയത്. BJPക്ക് 77 സീറ്റ് കിട്ടി. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK ഭരണം നിലനിർത്തുമെന്നാണ് പ്രവചനം. 122 മുതൽ 160 വരെ സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലങ്ങൾ. നടൻ വിജയുടെ പാർട്ടി 2 അക്കം തികയ്ക്കുമെന്ന മിക്ക സർവേകളും പറയുമ്പോൾ 98 മുതൽ 120 വരെ സീറ്റുകൾ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ അവകാശപ്പെടുന്നത്. അസമിൽ BJP തൂത്തുവാരി അധികാരം നിലനിർത്തുമെന്ന എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നു. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച കോൺഗ്രസിന് ശരാശരി 25-30 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. 126 അംഗ അസം നിയമസഭയിൽ BJPക്ക് 80 മുകളിൽ സീറ്റ് നേടുമെന്ന് എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ NDA ഭരണം തുടരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ NDAക്ക് ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് 4 സർവേകളിൽ പറയുമ്പോൾ ചാണക്യയുടെയും ടൈംസ് നൗവിന്റെയും സർവേയിൽ 7 സീറ്റ് വരെ കിട്ടാനിടയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. 5 ജില്ലകളിലായി UDFിന് 33 മുതൽ 37 സീറ്റുകൾ വരെ ലഭിക്കും. LDFിന് 11 മുതൽ 15 സീറ്റുകൾ മാത്രം. മലപ്പുറത്തും കോഴിക്കോടും UDF ആധിപത്യം കാട്ടും. തെക്കൻ ജില്ലകളിലും എറണാകുളം, തൃശൂർ അടക്കമുള്ള മധ്യമേഖലയിലും UDFിനായിരിക്കും മേൽക്കൈ. പതിറ്റാണ്ടുകൾ CPM അടക്കിവാണ ബംഗാളിലും അസ്സാമിലുമൊക്കെ CPMനെ കടപുഴക്കിക്കൊണ്ട് BJPയുടെ തേരോട്ടം. ഇനി താമരക്കാലം. അസമിൽ വീണ്ടും BJP സർക്കാർ തന്നെ. BJPക്ക് ഹാട്രിക്ക്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരും. ബംഗാളിലേക്ക് പോകുമ്പോഴോ ബംഗാളിലും CPMന് വലിയ തിരിച്ചടി പോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതേ തൃണമൂലിനെ അട്ടിമറിച്ചുകൊണ്ട് BJP ബംഗാളിന്റെ ഭരണം പിടിക്കുമെന്ന എക്സിറ്റ് പോളുകൾ. അവിടം കൊണ്ട് തീർന്നില്ല. MK സ്റ്റാലിനും DMKയും നേതൃത്വം നൽകുന്ന സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് പുതിയ BJP NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ചില എക്സിറ്റ് പോളുകൾ. എങ്ങനെ നോക്കിയാലും BJPക്ക് നേട്ടങ്ങളുടെ കാലം. കേരളത്തിലും താമര വിരിയുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ. അങ്ങനെ നോക്കുമ്പോൾ കേരളം, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ 4 സംസ്ഥാനങ്ങളിലും BJPക്ക് മിന്നുന്ന ജയം. മാത്രമല്ല പുതുച്ചേരിയിലും NDA സഖ്യം തന്നെ അധികാരത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ മേൽക്കൈ എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിരന്തരം കൊമ്പുകോർക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. കേരളത്തിൽ പിണറായി വിജയൻ, തമിഴ്നാട് MK സ്റ്റാലിൻ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി. 3 മുഖ്യമന്ത്രിമാർക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ തന്നെ വരുമെന്ന് എക്സിറ്റ് പോളുകൾ. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന് വെല്ലുവിളിയായി BJP വളർന്നു വരുന്നു. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങുന്നു, BJP അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ. സ്റ്റാലിൻ വീണ്ടും സ്റ്റാറാകും. തമിഴ്നാട്ടിൽ ഭരണ തുടർച്ചയെന്ന സർവേ ഫലങ്ങൾ. വിജയുടെ TVKയ്ക്ക് 26 വരെ സീറ്റുകൾ എന്ന പ്രവചനം. അസമിൽ ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് പ്രവചനം. ബംഗാളിൽ DDA അട്ടിമറിക്കുമോ BJP?
എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ബംഗാളിൽ താമരക്കാലം, ഭരണം BJP പിടിക്കുമെന്ന പ്രവചനം. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന് അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് പുറത്തുവന്ന 7 എക്സിറ്റ് പോളുകൾ പറയുന്നത്. പീപ്പിൾസ് പൾസ്, PMark എന്നീ സർവേകൾ അനുസരിച്ച് 125 മുതൽ 145 വരെ സീറ്റുകൾ നേടി DMK സഖ്യം വിജയിക്കും. NDAക്ക് 65 മുതൽ 80 സീറ്റുകളാണ് പീപ്പിൾസ് പൾസും PMarkഉം പ്രവചിക്കുന്നത്. അതേസമയം വിജയുടെ TVK 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. PMarkന്റെ സർവേ അനുസരിച്ച് 26 വരെ സീറ്റുകളിൽ വിജയുടെ TVK വിജയിക്കും. അതേസമയം ടൈംസ് നൗ CNN ഫലങ്ങൾ പറയുന്നത് NDA അധികാരത്തിലെത്തുമെന്നാണ്. മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ പ്രകാരം 122 മുതൽ 132 സീറ്റുകൾ DMK സഖ്യത്തിന് ലഭിക്കും. NDAക്ക് 87-100 സീറ്റുകളാണ് മാട്രിക്സ് പ്രവചിക്കുന്നത്. 10 മുതൽ 12 സീറ്റുകളാണ് TVKക്ക് പ്രവചിക്കുന്നത്. വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ 1 സീറ്റിൽ വിജയിക്കുമെന്നാണ് പ്രവചനം. പെരമ്പൂരിൽ വിജയ് ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ. അതേസമയം ടൈംസ് നൗ സർവേ അനുസരിച്ച് 128-147 സീറ്റുകൾ നേടി NDA സഖ്യം അധികാരത്തിൽ വരും. CNNന്റെ സർവേ പ്രകാരം 114-124 സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരും. ഏപ്രിൽ 23-ന് 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. കേവല ഭൂരിപക്ഷം കടക്കാൻ 118 സീറ്റുകളിൽ ജയിക്കണം. അസമിൽ വീണ്ടും BJP സർക്കാരും. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ സംസ്ഥാനത്ത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം വൻ വിജയത്തോടെ അധികാരം നിലനിർത്തുമെന്ന് പ്രവചനം. ആകെ 126 സീറ്റുകളുള്ള അസം നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 64 സീറ്റുകളാണ് വേണ്ടത്. പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം തന്നെ NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വിവിധ ഏജൻസികളുടെ കണക്ക് പരിശോധിച്ചാൽ NDAയുടെ ആധിപത്യം പ്രകടമാണ്. JVC എക്സിറ്റ് പോൾ NDAക്ക് 88 മുതൽ 101 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ 88 മുതൽ 100 സീറ്റുകൾ വരെ ഭരണകക്ഷിക്ക് ലഭിക്കുമെന്ന് കണക്കാക്കുന്നു. ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ പ്രവചിച്ച പീപ്പിൾസ് പൾസ് പോലും NDAക്ക് 62 മുതൽ 72 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് കേവല ഭൂരിപക്ഷത്തിന് മുകളിലാണ്. മറുഭാഗത്ത് കോൺഗ്രസ് സഖ്യത്തിന് പരമാവധി 40 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് പ്രവചിക്കുന്നത്. മാട്രിക്സ് പോലുള്ള ഏജൻസികൾ മറ്റുള്ളവർക്ക് 6 മുതൽ 12 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ NDAയുടെ മുന്നേറ്റത്തെ ബാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തോടുള്ള ജനവിശ്വാസമാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമായാൽ അസമിൽ NDA സഖ്യം കരുത്തുറ്റ ഭരണ തുടർച്ചയിലേക്ക് നീങ്ങും. ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് BJP നയിക്കുന്ന NDA അധികാരം പിടിച്ചെടുക്കുമെന്ന വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും കോടതി നടപടികൾക്കും വേദിയായ പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ തുടർച്ചയായ ഭരണം അവസാനിപ്പിച്ച് NDA സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സൂചനകൾ. മാധ്യമ ചർച്ചകളിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ശ്രദ്ധ നേടിയ സംസ്ഥാനത്ത് പ്രമുഖ ഏജൻസികളായ PMark, മാട്രിക്സ്, പോൾ ഡയറി എന്നിവരുടെ എക്സിറ്റ് പോളുകൾ ഭരണമാറ്റമാണ് പ്രവചിക്കുന്നത്. ഇതിൽ PMark പുറത്തുവിട്ട പ്രവചന കണക്കുകൾ അനുസരിച്ച് 294 അംഗ നിയമസഭയിൽ BJPക്ക് 150 മുതൽ 175 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. കേവല ഭൂരിപക്ഷത്തിന് 148 സീറ്റുകൾ വേണ്ട സംസ്ഥാനത്താണ് BJPക്ക് ഇത്രയും വലിയ വിജയം ഈ സർവേ പ്രവചിക്കുന്നത്. അതേസമയം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ 118 മുതൽ 138 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ ഇടയുള്ളൂ എന്നും സർവേ സൂചിപ്പിക്കുന്നു. മാട്രിക്സ് പ്രവചന കണക്കുകൾ പ്രകാരം BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകളും TMCക്ക് 125 മുതൽ 140 വരെ സീറ്റുകളും ലഭിച്ചേക്കും. 6 മുതൽ 10 വരെ സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ലഭിക്കുമെന്നാണ് പ്രവചനം. പോൾ ഡയറി 142 മുതൽ 171 വരെ സീറ്റുകൾ BJPക്ക് പ്രവചിക്കുമ്പോൾ 99 മുതൽ 127 വരെ സീറ്റുകൾ TMCക്ക് പ്രവചിക്കുന്നു. 1 സീറ്റാണ് മറ്റുള്ളവർക്ക് പ്രവചിക്കുന്നത്.